പിതാക്കന്മാരെ, ഛത്തീസ്ഗഡ് പോലീസ് 2 കുറ്റങ്ങളാണ് ഈ സിസ്റ്റർമാരുടെ പേരിൽ ചാർത്തിയിരുന്നത്. ഒന്ന് മനുഷ്യക്കടത്ത്, രണ്ടാമത്തേത് നിർബന്ധിത മതപരിവർത്തനം. അത് രണ്ടും പൊളിഞ്ഞു. ഇപ്പോ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ 3ാമതൊരു കുറ്റം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാമോ? ആദിവാസികളായ യുവതികളെ മറ്റു സംസ്ഥാനങ്ങളിൽ തൊഴിലിനായി കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട ചില നടപടിക്രമങ്ങൾ ഈ സിസ്റ്റർമാർ പാലിച്ചില്ല എന്ന്. ഇവരെ ജാമ്യത്തിലെടുക്കാൻ സഹായിച്ചു, ഞങ്ങൾ മൂലമാണ് ജാമ്യം കിട്ടുക എന്നൊക്കെ പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഛത്തീസ്ഗഡിൽ വെച്ച് പറഞ്ഞതാ. ഇവരെന്തോ മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ചട്ടങ്ങൾ ലംഘിച്ചു വന്നു. ഈ നാട്ടില് ഇന്ത്യയിലുള്ളവർക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലേ? മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ അതിഥി തൊഴിലാളികളായിട്ട് വരുന്നവരിൽ എത്ര ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ്, ഈ കന്യാസ്ത്രീകള് മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നു. 3ാമത്തെ ചാർജ്